ഇന്നലെ നമ്മൾ പോർച്ചുഗീസുകാരുടെ ആഗമനത്തെ കുറിച്ചിട്ടാണല്ലേ പഠിച്ചത്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ അത്? അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കിയുള്ള യൂറോപ്യൻസിൻ്റെ ആഗമനത്തെക്കുറിച്ച് പഠിക്കാം. ഡച്ചുകാർ അവരെന്തൊക്കെയാണ് ചെയ്തത്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം എത്രയാണ്? 1602 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? ആരെ പരാജയപ്പെടുത്തിയ കൊല്ലം പിടിച്ചെടുത്തേ? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തത്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി ഏതാണ്? ആദ്യത്തെ ഫാക്ടറി? മസൂലിപ്പട്ടണം. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറിയാണ് മസൂലിപ്പട്ടണം. അടുത്തത്, ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം ഏതാണ് മതവിഭാഗം? പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ്. അപ്പം ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ഗസ് ചെയ്യാമോ? പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം എത്രയായിരിക്കുമെന്ന്? 1663 അപ്പോൾ 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ്? ഡച്ച് അഡ്മിറൽ? അഡ്മിറൽ വാൻ ഗോയുൻസ് ആണ്. അഡ്മിറൽ വാൻ ഗോയുൻസ് ആണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അഡ്മിറൽ വാൻ ഗോയുൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്ത വർഷം. നമ്മുടെ കൊല്ലം പിടിച്ചെടുത്ത വർഷം എത്രയായിരിക്കും? 1658 1658 ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തത്. അടുത്തത്, ഡാനിഷ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതോ? 1616. അപ്പോൾ ഡാനിഷ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷവും നമ്മുടെ ഇന്ത്യയിലെത്തിയ വർഷവും എല്ലാം നന്നായി പഠിച്ചിരിക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അറിയാമോ? പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ. ഫ്രാങ്കോയി മാർട്ടിനാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1868 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? സൂററ്റ്. ഇതൊരു PSCയിൽ ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. 1868 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? 1868 എവിടെയാ? സൂററ്റിൽ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാമോ? ഏതൊക്കെയാണ് പ്രധാന ഫാക്ടറികൾ എന്ന്? പറയട്ടെ ആൻസർ. സൂററ്റ്, മസൂലിപ്പട്ടണം, പോണ്ടിച്ചേരി, ചന്ദനഗർ ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികളായിരുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? മാഹിയിലാണ് ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത്. ഇനി ഞാൻ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചും അത് നമ്മുടെ ഇന്ത്യയിൽ എത്തിയതിനെ കുറിച്ചിട്ടും ഒന്ന് ഡേറ്റുകൾ പറയാം. അതിനു മുമ്പ് ഒരു കോഡുണ്ട്, 980002081664. ഈ ഒരു കോഡ് നമ്മൾ ഓർത്തിരിക്കുക. എന്നിട്ട് 1498 പോർച്ചുഗീസുകാർ നമ്മളുടെ ഇന്ത്യയിൽ എത്തിയത് എന്നാണ്. 1498 പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തിയത്. ഇനി 1600-കളിലാണ്
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങുന്നത്. ഇനി 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത്. അപ്പോൾ 1608 ഇംഗ്ലീഷുകാര് നമ്മുടെ ഇന്ത്യയിലെത്തുന്നത്. ഇനി 1616 ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 1664 ഫ്രഞ്ച് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതില് നമ്മുടെ ഇന്ത്യയിലെത്തിയ വർഷം 1498 അതുപോലെ തന്നെ 1608 1498 പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തി. 1608 ഇംഗ്ലീഷുകാർ, അതായത് ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെത്തി. ഇനി ഇവരൊക്കെ അവരുടെ തന്നെ രാജ്യത്തില് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ തന്നെ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതിൻ്റെതും നമ്മൾ ഡേറ്റുകൾ പറഞ്ഞു. അതിൻ്റെ ഒരു ക്ലൂ ആണ് ഞാൻ പറഞ്ഞത്. 98 വന്ന വർഷം പോർച്ചുഗീസ് വന്നത്. പിന്നെ 98 കഴിഞ്ഞിട്ട് ഒരു ആരോ കൊടുക്കുക, 00 എന്ന് പറയുന്നത് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടനിലാണ് വന്നത്. ഇനി 1602 പിന്നെ 02 കൊടുക്കുക. അപ്പം ഡച്ച് കമ്പനി വന്നു. അത് കഴിഞ്ഞ് 1608 ഇംഗ്ലീഷുകാര് നമ്മളുടെ ഇന്ത്യയിലെത്തി, അറൈവ് ചെയ്തതാണ്. പിന്നെ 1616 ഡാനിഷ് കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എവിടെ? നമ്മുടെ ഇന്ത്യയിലല്ല, ഡാനിഷ് ആ രാജ്യത്ത്. ഇനി 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ട് ചെയ്തതും നമ്മളുടെ ഇന്ത്യയിൽ ഇവരൊക്കെ അറൈവ് ചെയ്തതും നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.